നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. മുമ്പ് അധികം ആരുടെയും ശ്രദ്ധ നേടാതിരുന്ന ഒരു പ്രവണത ഇപ്പോൾ ലോക ശ്രദ്ധ നേടുകയും വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. സമ്പന്നരായ ചില ചൈനീസ് പൗരന്മാർ സറോഗസി അഥവാ വാടക ഗർഭധാരണം സംവിധാനങ്ങളിലൂടെ അമേരിക്കയിൽ മക്കൾക്ക് ജന്മം നൽകുന്ന പ്രവണത വർദ്ധിച്ചുവരുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഒരേയൊരു വ്യക്തി തന്നെ വാടക ഗർഭധാരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി നൂറുകണക്കിന് കുട്ടികളുടെ അച്ഛനായതായും റിപ്പോർട്ടുകളുണ്ട്. ഒരു കാലത്ത് വളരെ കുറച്ചാളുകൾ മാത്രം പിന്തുടർന്നിരുന്ന, പുറത്ത് അറിവില്ലാതെ നടന്നിരുന്ന ഈ രീതി ഇപ്പോൾ കൂടുതൽ ജനകീയമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന പൗരത്വം, ധാർമ്മികത, ഇതിനു പിന്നിലെ സാമ്പത്തിക താൽപര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. സറോഗസി എങ്ങനെയെന്ന് നോക്കാം. സറോഗസി അഥവാ വാടക ഗർഭധാരണം എന്നത് മറ്റുള്ളവർക്കായി ഒരു സ്ത്രീ ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിക്കുന്ന രീതിയാണ്. രണ്ട് രീതിയിലാണ് വാടക ഗർഭധാരണം നടക്കുന്നത്. ഒരു രീതിയിൽ വാടക മാതാവിന്റെ അണ്ഡം പിതാവിന്റെ ബീജവുമായി ചേർത്ത് ബീജസങ്കലനം നടത്തുന്നു. മറ്റൊരു രീതിയിൽ അണ്ഡവും ബീജവും ദാതാക്കളിൽ നിന്ന് തന്നെ സ്വീകരിക്കുന്നു. ഇതിൽ രണ്ടാമത്തെ മാർഗത്തിലൂടെ നടത്തുന്ന ഗർഭധാരണത്തിൽ താൻ ഗർഭപാത്രത്തിൽ ചുമക്കുന്ന കുഞ്ഞുമായി വാടക മാതാവിന് ജൈവികമായ ബന്ധമുണ്ടാകില്ല. ഈ രണ്ടാമത്തെ രീതിയെ ചിലർ കടുത്ത രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഗർഭധാരണം പണം നൽകി വാങ്ങുന്ന ഒരു സേവനമായി മാറുന്നുവെന്നും ഗർഭപാത്രം വാടകയ്ക്കെടുക്കൽ എന്നതുതന്നെ വിശേഷിപ്പിക്കേണ്ടി വരുമെന്നും വിമർശകർ പറയുന്നു. അമേരിക്കയിൽ കാലുറപ്പിക്കാനുള്ള ചൈനയുടെ വമ്പൻ നീക്കമാണ് ഇത് എന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വാടക ഗർഭധാരണം വഴി അമേരിക്കയിൽ കയറിക്കൂടാനാണ് ചൈനയുടെ നീക്കം. ചൈനയിലുള്ളവർ സറോഗസി വഴി അമേരിക്കയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ചൈനീസ് വീഡിയോ ഗെയിം കമ്പനി നടത്തുന്ന സുബോയ്ക്ക് അമേരിക്കയിൽ 4 കുട്ടികളുണ്ട് എന്ന് പറയുന്നു. എനിക്ക് അമേരിക്കയിൽ 20 കുട്ടികൾ വേണമെന്നാണ് ദീർഘകാലമായി ആഗ്രഹം. കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി സുബോ പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ വളർന്നു വലുതാകുമ്പോൾ ബിസിനസ് അവരെ ഏൽപ്പിക്കണം. ചില കുട്ടികൾ അമ്മൂമ്മമാർക്കൊപ്പം കാലിഫോർണിയയിൽ കഴിയുന്നുണ്ട്. ഞാൻ ഇന്നുവരെ ആ കുട്ടികളെ പോയി കണ്ടിട്ടില്ല എന്നും ബോ പറയുന്നു. എന്നാൽ സത്യം ഇതല്ലെന്നറിഞ്ഞ കോടതി ഞെട്ടി. ബോയ്ക്ക് വാടക ഗർഭധാരണം വഴി അമേരിക്കയിൽ 100-ലേറെ കുട്ടികളുണ്ട് എന്നാണ് അറിവ്. ഇത് ബോയുടെ മാത്രം കാര്യമല്ല. ചൈനയിൽ നിന്നെത്തുന്ന ബിസിനസ്സുകാരിൽ പലരും അമേരിക്കയിലെ വാടക ഗർഭധാരണ ചട്ടം മുതലെടുത്ത് കൂടുതൽ മക്കളെ സൃഷ്ടിക്കുന്നു. പലർക്കും 10, ചിലർക്ക് 20, ലക്ഷ്യം 100 കുട്ടികളാണ് എന്ന് പറയുന്ന ചൈനീസ് കോടീശ്വരന്മാരുണ്ട് എന്ന അറിവാണ് ഇപ്പോൾ അമേരിക്കയെ ഞെട്ടിക്കുന്നത്. കാരണം അമേരിക്കയിൽ കാണുന്ന കുട്ടികളിൽ മിക്കവരുടെയും അച്ഛൻ ചൈനക്കാരനാണ്. ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് എന്ന കമ്പനി നടത്തുന്ന വാങ്ഹുവിന് ഇത്തരത്തിൽ യുഎസിൽ 10 പെൺകുട്ടികളുണ്ട്. തന്റെ പെൺമക്കൾ യുഎസിലെ അതിസമ്പന്നരെ വിവാഹം ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന് അദ്ദേഹം ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. ഹു ഇതു സംബന്ധിച്ച് ഒരാൾക്കയച്ച സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് XJ കമ്പനിയുടെ ഓഹരി വില ഇടിയാനും വഴിവെച്ചിരുന്നു. മക്കളുണ്ടാകാൻ സാധ്യതയില്ലാത്ത ദമ്പതികളെ സഹായിക്കാനുള്ള നിയമം ചൈനീസ് പൗരന്മാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ജഡ്ജി ആമി പെൽമൻ പറഞ്ഞു. യുഎസിലെ പഴുതുകളുള്ള നിയമം ചൈനീസ് സമ്പന്നർ മുതലെടുക്കുകയാണ്. അതിൽ ബിസിനസ്സുകാർ മാത്രമല്ല, മോഡലുകൾ, PhD ഉള്ളവർ, സംഗീതജ്ഞർ തുടങ്ങിയവരൊക്കെയുണ്ട്. കാലിഫോർണിയയിൽ US യുവതികളുമായി ചേർന്ന് വാടക ഗർഭധാരണത്തിന് വിദേശികളെ അനുവദിക്കുന്ന നിയമമുണ്ട്. ഇതിന്റെ കോടതി ഫയലിംഗ് നടപടികൾ രഹസ്യമായിരിക്കുമെന്ന ആനുകൂല്യമാണ് ചൈനക്കാർ അവസരമാക്കുന്നത്. നാട്ടുകാർ ഇതറിയാൻ പോകുന്നില്ല. ഈ രഹസ്യ സ്വഭാവം ഒരാളെ വിവിധ ഗർഭധാരണ ഏജൻസികളെ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒരു കാലിഫോർണിയൻ യുവതി പറഞ്ഞത് ഒരു ചൈനക്കാരൻ തന്നെ 4 തവണ സമീപിച്ചെന്നായിരുന്നു. അയാൾ പല ഏജൻസികളിലും പോയിരുന്നെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ഓരോ വാടക ഗർഭധാരണം ഉറപ്പാക്കുമ്പോഴും ഏജൻസികൾക്ക് $40,000 മുതൽ $50,000, ഏകദേശം 45 ലക്ഷം രൂപ വരെ കിട്ടും. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുമ്പോൾ ഓരോ കുട്ടിക്കും ചെലവ് ശരാശരി $2 ലക്ഷം, അതായത് 1.8 കോടി രൂപ. വിദേശികൾക്ക് അമേരിക്കയിൽ എത്താതെ തന്നെ യുഎസിൽ വാടക ഗർഭധാരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും കഴിയും. ഒറ്റക്കുട്ടി നയം മൂലം ചൈനയിൽ പ്രതിസന്ധി നേരിട്ടിരുന്ന ബിസിനസ്സുകാരാണ് യുഎസിലെ ഈ അനുകൂല നിയമം നേരത്തെ അവസരമാക്കിയിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ചൈനയിൽ ഒരു കുട്ടി മാത്രമേ പാടുകയുള്ളൂ. പക്ഷേ ചൈനയിലെ വൻ തോക്കുകൾക്ക്, അതായത് വൻ വരുമാനമുള്ള സമ്പത്തുള്ള ആൾക്കാർക്ക് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളല്ല, 100 കുഞ്ഞുങ്ങൾ വരെ വേണമെങ്കിൽ അതാകാമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നത്. യുഎസിൽ ജനിച്ചവർ US പൗരന്മാരാണെന്നതിനാൽ ഈ കുട്ടികളുടെ എണ്ണത്തിന്റെ പേരിൽ ചൈനയിൽ പിഴയുണ്ടാകുമായിരുന്നില്ല. പല ചൈനീസ് സമ്പന്ന ബിസിനസ്സുകാരും 20 മുതൽ 100-ലേറെ കുട്ടികളെയാണ് ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നതെന്ന് ഏജൻസികളെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 10-ലേറെ കുട്ടികളുള്ള ഇലോൺ മസ്ക്
ഇവർക്കൊരു റോൾ മോഡലാണത്രേ. അതേസമയം US-ൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവിക US പൗരത്വമെന്ന നിയമം മാറ്റാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. മാതാപിതാക്കളിൽ ഒരാളെങ്കിലും US പൗരത്വമുള്ളയാളാണെങ്കിൽ മാത്രമേ ഇനി കുഞ്ഞിനും ജന്മനാ പൗരത്വം ലഭിക്കൂ. ഈ ഭേദഗതി പക്ഷേ US സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. US-ൽ വാടക ഗർഭധാരണത്തിൽ 41% ചൈനക്കാരാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.